ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വന്നതാണ്. അപ്പോൾ വന്നപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ജിൻസി, അപ്പോൾ ഇന്ന് എന്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് വർക്ക് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് സ്റ്റിൽ അവിടെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങളിവിടെ ഹാപ്പിയാണ്, അപ്പം നീ എന്താണ് നിനക്ക് അവിടെ ഇത്ര ഹാപ്പിനെസ് തോന്നാണ്? അപ്പോൾ അവരും വരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർ ഓൾറെഡി അവിടെ ഹാപ്പിയാണ്. അപ്പോൾ എന്താണ് നഴ്സിംഗ് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മൾ നഴ്സിംഗ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന BSc നഴ്സിംഗ് പഠിക്കുന്നത് 4 വർഷമാണ്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മളൊരു BSc നഴ്സിംഗ് പഠിക്കുന്നത് 3 വർഷമായിരിക്കും. 3 വർഷം. അപ്പം പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നമ്മളിപ്പോൾ ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പഠിക്കും. പക്ഷേ അത് നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ പഠിക്കണമെങ്കിൽ ചിലപ്പോൾ അത് 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ആയിരിക്കും. എല്ലാം കൂടെ വെച്ചിട്ട് അത്രയൊക്കെ ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ജോബ് സെക്യൂരിറ്റി ഉണ്ട് ആയിരിക്കും എല്ലാവരും ഒക്കെ ഓസ്ട്രേലിയയിലൊക്കെ വന്ന് പഠിക്കുന്നത്. കുറേ മലയാളീസൊക്കെ ഇപ്പം ഓസ്ട്രേലിയയിലൊക്കെ വന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് സാലറി തന്നെ നോക്കാം. അപ്പം സാലറി എന്ന് പറഞ്ഞത് നമ്മളുടെ മിഡിൽ ഈസ്റ്റിൽ ദുബായ് ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ടാക്സ് ഇല്ലാത്തൊരു സാലറിയാണ്. അപ്പം വിത്തൗട്ട് ടാക്സ്, അത് ഏതൊരു മേഖലയിലാണെങ്കിലും ടാക്സ് ഇല്ല. അപ്പോൾ ടാക്സ് ഫ്രീ സാലറിയാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പം പറഞ്ഞല്ലോ, അപ്പം ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ സാലറി നമുക്കൊരു പെർമനൻ്റ് സാലറി ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് അവിടെ ആണെങ്കിൽ നമ്മുടെ സാലറി എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ടാക്സ് ഫ്രീ സാലറി ആണെങ്കിൽ എല്ലാം സെയിം സാലറി ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ സാലറി എപ്പോഴും വേറെ ആയിരിക്കും. കാരണം നമ്മുടെ ഷിഫ്റ്റ് അനുസരിച്ച് സാലറി മാറിക്കൊണ്ടേയിരിക്കും. വീക്കെൻഡിൻ്റെ സാലറി, നൈറ്റിൻ്റെ സാലറി. നമ്മുടെ അവിടെ ഒന്നും നൈറ്റിന് നമുക്ക് പൈസ ഇല്ല. അപ്പോൾ വീക്കെൻഡ് ചെയ്താലും ഇല്ല, ഏത് ദിവസം ചെയ്താലും നമുക്ക് സാലറി എക്സ്ട്രാ ഇല്ല, സെയിം. അല്ലാതെ അവിടെ ഉള്ളത് പബ്ലിക് ഹോളിഡേയ്സിൽ സാലറി ഉണ്ട്, പക്ഷെ അത് എപ്പോഴും ഒന്നും അവിടെ പബ്ലിക് ഹോളിഡേയ്സ് അത്ര വരാറില്ല. അപ്പം ഇവിടെ എന്തനുസരിച്ച് സാലറി മാറും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ടാക്സ് ഇല്ലാതെ നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിലും ഇവിടെ അതിനെക്കാട്ടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടാക്സ് പോയാലും ഇവിടെ സാലറി കൂടുതലാണ്. അതൊരു വ്യത്യാസം. 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ സാലറി ഉണ്ട്, കീശ ഒരിക്കലും കാലിയാവുന്നില്ല. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ മന്ത്ലി ആണ് നമുക്ക് സാലറി കിട്ടുള്ളൂ. ഇവിടെ ആണെങ്കിൽ നമുക്ക് എവരി 2 വീക്സ് ആണ് നമുക്ക് സാലറി വരുന്നത്. ഓവർ ടൈം ചെയ്യാൻ മനസ്സുള്ളവർക്കാണെങ്കിൽ നമ്മുടെ സാലറി ആയിട്ട് നല്ലൊരു പൈസ നമുക്ക് അധികം ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്കും ചിലവിനും കാര്യങ്ങൾക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ മിക്ക ഹോസ്പിറ്റലാണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യുന്നതിനോടുകൂടി അതിൻ്റെ കൂടെ ഒരു ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. കുറച്ച് വെൽനസ് പ്രോഗ്രാംസ്. അപ്പം നമുക്ക് ജിമ്മൊക്കെ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പെർസെൻറ്റേജ് ഓഫറിലൊക്കെയുള്ള ബെനിഫിറ്റ്സ് നമ്മൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, ഹോസ്പിറ്റലിൽ മാത്രമല്ല നമ്മൾ എവിടെ വർക്ക് ചെയ്താലും അങ്ങനത്തെ കുറേ ഓഫേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ അഡീഷണൽ ആയിട്ടുള്ളത് പിന്നെ സാലറി പാക്കേജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ടാക്സ് പിടിക്കാതെ എന്താ പറയുക, കുറച്ച് പൈസ അവർ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ടാക്സ് എടുക്കത്തില്ല. അത് പിന്നീട് നമുക്ക് ഇട്ടുതരുന്ന അങ്ങനത്തെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മീൽ അലവൻസ്, ഇത് നമുക്ക് അവിടെ മീൽ അലവൻസ് എല്ലാവർക്കും എല്ലാ ട്രസ്റ്റിലൊന്നും കാണത്തില്ല. ഈ ട്രസ്റ്റിലുണ്ടെന്ന് വെച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്നവർ ഞങ്ങൾക്ക് മീൽ അലവൻസ് ഇല്ലല്ലോ എന്നൊന്നും ചോദിച്ചേക്കില്ല. ഇത് എല്ലായിടത്തും ഒന്നും കാണത്തില്ല. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഇവിടെ സെയിം ഞങ്ങൾ ടൈമിൽ വന്നതാണ്, പക്ഷെ അവർക്ക് മീൽ അലവൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ അവിടെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഓരോ 10 months കൂടുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കിട്ടുന്നതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മളിപ്പം റെൻറ്റ് പേ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ 2 പേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സാലറി സേവിങ്സ് ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തത് പറയാനാണെങ്കിൽ ആനുവൽ ലീവ്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് ഒരു 40 days അല്ലെങ്കിൽ 30 days ആയിരിക്കും ആനുവൽ ലീവ്. അതിൽ നമുക്ക് മാറ്റമൊന്നുമില്ല, എല്ലാവർക്കും സെയിം ആനുവൽ ലീവ് ആയിരിക്കും. എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആനുവൽ ലീവ് മാറുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് അനുസരിച്ച് കുറച്ച് ആനുവൽ ലീവ് മാറുന്നുണ്ട്. പിന്നെ ഇവിടെ പെയ്ഡായിട്ട് 4 weeks ആനുവൽ ലീവാണ് നമുക്കുള്ളത്. അതുപോലെ നമ്മൾ ഈ പബ്ലിക് ഹോളിഡേയ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആനുവൽ ലീവ് കൂടുന്നുണ്ട്, അവേഴ്സ് ആഡ് ചെയ്ത് അവർ കൂടുന്നുണ്ട്. പിന്നെ അവിടെ ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ADO8 എന്ന് പറയും. നമ്മൾ എക്സ്ട്രാ അവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ
നമുക്കൊരു ഓഫും കിട്ടുന്നുണ്ട്. ADO 8. പിന്നെ വേറൊരു കാര്യം, അവിടെ ഇപ്പോൾ ഒരു 40 days ആണെങ്കിൽ നമ്മൾ ആ 40 days മാത്രമായിരിക്കും നമ്മുടെ ആനുവൽ ലീവ്. അപ്പോൾ അതിനായിരിക്കും നമ്മൾ നാട്ടിൽ പോകുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 40 days ആണ് ആനുവൽ ലീവെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഓഫും കൂടെ ആഡ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 40 days ലീവ് ഉണ്ടെന്നല്ല പറയുന്നത്, നമുക്കൊരു 4 weeks ആണ് ഒരു ഫുൾ ടൈം നഴ്സിന് ഇവിടെ ജോലി ആനുവൽ ലീവ് ഉള്ളത്. അപ്പോൾ നമുക്ക് പക്ഷേ ഇവിടെ ഒരു 4 weeks ആണെങ്കിലും ആ 4 weeksൽ നമുക്ക് ഓഫ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു 2 ആനുവൽ ലീവ് റിക്വസ്റ്റ് ചെയ്തെന്ന് വെച്ചോ, അപ്പം ആ വീക്കിലെ ഓഫ് നമുക്ക് എന്തായാലും അവിടെ ഉണ്ട്. അപ്പം അതും കൂടെ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ആനുവൽ ലീവ്. പിന്നെ മെറ്റേണിറ്റി ലീവ് അതും കുറച്ച് നാളത്തേക്ക് എന്തോ പെയ്ഡാണ്. അതിനവർ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടാണ് മെറ്റേണിറ്റി ലീവ് അവിടെയും ഉണ്ട്, ഇവിടെയും പെയ്ഡാണ്. പക്ഷെ അവിടെ അത്രയ്ക്കില്ല. ഇവിടെ കുറച്ചും കൂടെ നമുക്ക് മെറ്റേണിറ്റി ലീവ് വിത്തൗട്ട് പേ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് പേ വർക്ക് ചെയ്യാതെ മെറ്റേണിറ്റി ലീവ് എടുക്കാൻ പറ്റും. പിന്നെ പാരൻ്റൽ ലീവ്, അതായത് മെറ്റേണിറ്റി ലീവോ അതായത് നമ്മുടെ ഹസ്ബൻഡിനും കൂടെ ഉള്ള ലീവ്, അതൊന്നും നമുക്ക് അവിടെ അധികമൊന്നും അത്ര അവിടെ ഇല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ നമുക്കിപ്പോൾ ഫുൾ ടൈം നമ്മളുടെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഹസ്ബൻഡ് ഫുൾ ടൈം പോവുകയാണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അത്രയും വർക്ക് ലോഡൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ അവിടുത്തെ ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പാർട്ട് ടൈം എന്ന് പറഞ്ഞൊരു ഇതില്ല. അപ്പോൾ അവരിടുന്ന ഷിഫ്റ്റുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പിന്നെ ഫ്ലെക്സിബിൾ ഡ്യൂട്ടി നമ്മൾ ലെറ്ററൊക്കെ കൊടുക്കുവാണെങ്കിൽ അവിടെ ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ മാനേജേഴ്സിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഫ്ലെക്സിബിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷിഫ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാഷ്വൽ, ഏജൻസി നേഴ്സ്, അങ്ങനത്തെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും അവിടെ ഇല്ല. നമുക്ക് കാഷ്വലായിട്ടുള്ള നഴ്സും അതൊന്നും ഇല്ല. അപ്പം നമുക്കിപ്പോൾ ഒരു ജോബ് ചെയ്യാതെ ഇവിടെ ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ നമുക്ക് ജോലി ചെയ്യണമെന്നില്ല. നമുക്ക് ഇഷ്ടം ഉണ്ട്, നമുക്ക് അപ്പം ഇഷ്ടമുള്ളപ്പോഴും നമ്മുടെ എന്താ പറയുക സൗകര്യം അനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നഴ്സിംഗ് ആണെങ്കിൽ ഏതൊരു ജോബാണെങ്കിലും ഇതുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ നമ്മൾ എവിടെ ഒരു ജോലിക്ക് പോയാലും അത് ഫിക്സ്ഡ് ആയിട്ടായിരിക്കും, ഫിക്സ്ഡ് പെർമനൻറ്റ് ഫുൾ ടൈം ജോബ്സ് ആയിരിക്കും അവിടെ കൂടുതലും ഉള്ളത്. അങ്ങനെയാണ്. പിന്നെ നമുക്കിവിടെ വേറൊരു കാര്യമുണ്ട് നഴ്സിങ്ങിൽ. ഇവിടെ നമ്മൾ റൂറൽ ഏരിയയിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് കുറവുള്ള ഹോസ്പിറ്റലിലൊക്കെ ഫ്ലൈ ഇൻ ആൻഡ് ഫ്ലൈ ഔട്ട് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അലവൻസും അവർ അക്കോമഡേഷനും എക്സ്ട്രാ അലവൻസും ഒത്തിരി സാലറിയിലും ഒക്കെ നമുക്ക് കുറച്ച് നാൾ പോയി ഒരു വെക്കേഷൻ മൂഡിൽ നമുക്ക് പോയി ജോബ് ചെയ്തിട്ട് വരാവുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഓസ്ട്രേലിയ എവിടെ വേണമെങ്കിലും പോയി നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അതായത് വേക്കൻസി ഉള്ള എവിടെയും നമുക്ക് അവർ കുറേ ആഡ് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ പോയി ജോബ് ചെയ്തിട്ട് കുറച്ച് നാളൊരു വെക്കേഷൻ പോലെ, അത് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പൈസ ഏൺ ചെയ്യണമെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഒരു ഫുൾ ടൈം ജോബിൻ്റെ ഒരു പ്രഷറൊന്നും നമുക്കില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയി 6 weeksോ 4 weeksോ നമുക്ക് തോന്നുന്ന പോലെ അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റും. അത് ഭയങ്കര പെയ്ഡായിട്ടുള്ള ഒരിതാണ്. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഈ ഇവിടെ വന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ ഗ്രോത്ത് ഒക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്യൂച്ചർ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കരിയർ ഗ്രോത്ത് ഉണ്ട്. അതായത് നമ്മൾ കുറച്ചും കൂടെ എഡ്യൂക്കേഷനിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ CNE ആവാം. അതായത് എഡ്യൂക്കേഷൻ റോളിൽ ടീച്ച് ചെയ്യുന്ന റോളിലെടുക്കാം. പിന്നെ മാത്രമല്ല നമുക്ക് നേഴ്സ് പ്രാക്ടീഷണർ, ഇതൊന്നും നമുക്ക് മിഡിൽ ഈസ്റ്റിലില്ല. അപ്പം നേഴ്സ് പ്രാക്ടീഷണർ കുറച്ചുകൂടെ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് നേഴ്സ് പ്രാക്ടീഷണർ ആവാം. അപ്പം നമുക്ക് പേഷ്യൻസിനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഓരോ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതായത് പാലിയേറ്റീവ് നേഴ്സ്, അങ്ങനത്തെ കുറേ കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഏതിലാണോ ഇൻട്രസ്റ്റഡ് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മാസ്റ്റർ കോഴ്സോ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കോഴ്സോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ HR അത് റെക്കഗ്നൈസ്ഡ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു $1 to $2 നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സോ ഒരു കോഴ്സോ ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് കോഴ്സ് ചെയ്താലും നമുക്ക് ആ സെയിം സാലറിയിൽ മാറ്റമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ നമ്മുടെ നഴ്സിംഗ് ചാർജസ് നമുക്കിപ്പം ഡ്യൂട്ടി ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ അധികം ക്ലിനിക്കൽ സൈഡിൽ ഹെൽപ്പൊന്നുമില്ല. അവർ നമ്മളുടെ എന്താ പറയുന്നത് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റേഷൻ, അവർക്ക് ഡ്യൂട്ടി റോസ്റ്റർ ഇടുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നഴ്സ് മാനേജേഴ്സോ നമ്മുടെ നഴ്സിംഗ് ചാർജസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹെഡ് നഴ്സ് അല്ലെങ്കിൽ മേട്രൺസ് അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു സിംഗിൾ റൂമിൽ ഇരുന്നാണ് അവർ ആ 5 days വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അല്ല, ഇവിടെ അവർ നമ്മളോടൊപ്പം വന്ന് ഇറങ്ങി നമുക്ക് പണി ചെയ്യുന്നുണ്ട്.
പിന്നെ ഇവിടെ കുറേ നേഴ്സിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു നേഴ്സ് ആണെങ്കിലും ഒരു RN ആണെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റലിൽ മാത്രമല്ല വർക്ക് ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതിൽ കൂടുതലൊന്നും നമ്മുടെ മിഡിൽ ഈസ്റ്റിലില്ല. പക്ഷെ ഇവിടെയൊക്കെ ആണെങ്കിൽ അവിടെ മേ ബി അവിടെ ഒരു ഇൻഡസ്ട്രിയൽ നഴ്സും കൂടെ ഉണ്ടായിരിക്കും, ഒക്യുപ്പേഷണൽ നഴ്സ് അങ്ങനെ. അതല്ലാതെ വൈഡ് നഴ്സിംഗ് ജോബ്സ് ഒന്നും അവിടെ ഇല്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് കുറേ നഴ്സിംഗിന് തന്നെ ഹോസ്പിറ്റലുകളുണ്ട്, ഹോസ്പിറ്റലിൽ ജോബ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏജ്ഡ് കെയേഴ്സ് ഉണ്ട്, അതായത് നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ കെയർ ഹോംസ്, റെസിഡൻഷ്യൽ ഹോംസ്, അങ്ങനെ അവിടെ നമുക്ക് പോയി വന്ന് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയി ജോബ് ചെയ്ത് അങ്ങനത്തെ ഒക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ നഴ്സുമാർക്ക് നല്ല രീതിയിലുള്ള വേക്കൻസികളും ഉണ്ട്. പിന്നെ GP ക്ലിനിക്സ്, കുറേ GP ക്ലിനിക്സ് ഉണ്ട്. അപ്പോൾ നൈറ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് GP ക്ലിനിക്സിൽ പോവാം. നൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതുപോലെ തന്നെ സാലറി ചേഞ്ചും ഉണ്ടാവും, അവർക്ക് സാലറി കുറവായിരിക്കും. എന്നാലും നൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് GP ക്ലിനിക്സ് ഉണ്ട്. അതായത് മെൻ്റൽ ഹെൽത്തിൻ്റെ കുറേ ഇവിടെ മെൻ്റൽ ഹെൽത്ത് നഴ്സസിന് കുറേ ആവശ്യമുണ്ട്. അതായത് മെൻ്റൽ ഹെൽത്തിന് കുറേ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് നഴ്സസിൻ്റെയും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തുകൊണ്ടും നമ്മൾ അവിടത്തെക്കാട്ടിയും കൂടുതലാണ് ഇവിടെ. അതെനിക്ക് ഒത്തിരി ചേഞ്ചസ് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് ഒരു ലിമിറ്റഡ് ലൈഫാണ്, ഒരു ഫ്ലാറ്റിലുള്ള ലൈഫ്, വേറെ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു, വേറെ എന്തായാലും പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര ചൂടും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പാർക്കിലും അല്ല മാളിലും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ചൂട് കാരണം പിന്നെ നമ്മൾ ഈ പാർക്കിലൊന്നും പോകത്തുമില്ല. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തുകൊണ്ടും ഒരു യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ കൂടുതലാണ്. ഫ്രീഡം ഉണ്ട്, നമുക്ക് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എന്താ വെച്ചാൽ നമ്മൾ മാന്യമായിട്ടുള്ള ലൈഫ് നയിക്കുക. നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്ന അതുപോലെ ഒരു ലൈഫാണ് ഇത്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, നമ്മുടെ ലൈഫ് ഈക്വൽ ആണ് എല്ലാവരും ഇവിടെ. അപ്പം ഈ ഈക്വാലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മുടെ ഇപ്പോൾ സാലറിയുടെ കാര്യം തന്നെ നമുക്കിപ്പോൾ ഗൾഫിലാണെങ്കിൽ ഇപ്പോൾ ഒരു അവിടെയുള്ള ആൾക്ക് കിട്ടുന്ന സാലറി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അവർക്ക് 5% കൂടുതലായിരിക്കും അവർക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 1% ആയിരിക്കും നമ്മുടെ സാലറി. പക്ഷെ ഇവിടെ സാലറി സ്കീം, അതായത് എല്ലാവർക്കും ഒരേ സാലറിയാണ്. ആര് ജോബ് ചെയ്യുന്നു അവരുടെ വർക്കിനനുസരിച്ചുള്ള സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ അവിടുത്തെ സ്വദേശികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം 3 മാസം കൂടി ഇരിക്കുമ്പോൾ അവർക്ക് സാലറി നല്ല രീതിയിൽ അവരുടെ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ ഒത്തിരി ബോണസുകളുണ്ട്. നമ്മൾ എത്ര വർക്ക് ചെയ്താലും നമുക്ക് ഒരു ഫിക്സ്ഡ് സാലറി അല്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അവിടെ പിന്നെ അവരങ്ങനെ വർക്ക് ചെയ്യുന്നില്ലല്ലോ, നമ്മളല്ലേ കൂടുതലും വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർക്കാണ് സാലറി കൂടുതലാണ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും സാലറി ഈക്വൽ ആണ്. ഇന്നലെ വന്നവർക്കും ഈക്വൽ ആണ്, ഇവിടെ ജനിച്ചു വളർന്നവർക്കും ഒരേ ഒരു ഇക്വാലിറ്റിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ വേറൊരു കാര്യം അവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ അവിടെ മിക്കവാറും നല്ല അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ആണല്ലോ. അപ്പം അതുപോലെ തന്നെ ഓഡിറ്റിങ്ങും എറേഴ്സ് കണ്ടുപിടിക്കലും അതൊക്കെ കുറേ ഉണ്ട്. അപ്പം ഇത് കണ്ടുപിടിക്കുമ്പോൾ നമ്മളെ സ്റ്റാഫിനെ തന്നെ എല്ലാവരും ഡിവൈഡ് വെച്ചാണ് ഇവർ ഈ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അതായത് എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും അതിൻ്റെതായ അസൈൻമെൻറ്റ്സ് കിട്ടും. നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് അങ്ങനെ അസൈൻമെൻറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു പ്രഷറൊന്നുമില്ല. കാരണം ഈ ഓഡിറ്റിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻചാർജസും നമ്മുടെ നഴ്സ് യൂണിറ്റ് മാനേജേഴ്സും ഒക്കെയാണ് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല ഇവിടെ. വേറൊരു ഡൗട്ടാണ്, ഇപ്പം നമുക്ക് ഈ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയാണ്? എത്ര വയസ്സിലാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? റിട്ടയർമെന്റ് ലൈഫ് ഉണ്ട് ഇവിടെ. നമുക്ക് എത്ര വയസ്സ് വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. നമ്മളിവിടെ ആരും റെസ്ട്രിക്റ്റഡ് ഒന്നുമല്ല. നമുക്ക് എത്ര വയസ്സ് വരെ നമുക്ക് ആവുന്നിടം വരെയും നമുക്കിവിടെ ജോബ് ചെയ്യാം. പക്ഷെ ഇവിടെ പെൻഷൻ എനിക്ക് തോന്നുന്നു 70 to 75 ആണെന്ന് തോന്നുന്നു പെൻഷൻ ഏജ്. എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു 70 തൊട്ടാന്ന് തോന്നുന്നു പെൻഷൻ ഏജ്. അപ്പം നമ്മുടെ മിഡിൽ ഈസ്റ്റിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ഇല്ല. അപ്പം നമ്മളൊരു പെൻഷനിലേക്ക് നമ്മുടെ ഒരു തുക നിക്ഷേപിക്കുന്നുമില്ല. അപ്പം നമുക്കിപ്പം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൈസയൊക്കെ നമുക്ക് നിക്ഷേപിക്കണമെങ്കിൽ നമ്മൾ നാട്ടിൽ പോയി ബാങ്ക് അക്കൗണ്ടിലിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ നമുക്കൊരു ഫ്യൂച്ചറിൽ നമുക്ക് പൈസയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ ഗവൺമെൻറ് ജോബ് ആയിരിക്കണം എന്നാലേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻഷനിൽ നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ജോബ് ചെയ്യാത്തപ്പോൾ നമുക്ക് പെൻഷൻ പൈസയായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു
60 ഇയേഴ്സിൽ നാട്ടിൽ പോകണം. മാക്സിമം നമ്മുടെ എംപ്ലോയറും എംപ്ലോയിയും കൂടെ അഗ്രി ചെയ്താൽ അവരൊരു 5 ഇയറും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് ഒരു 65 ഇയേഴ്സിന് മേലെ നമ്മുടെ എക്സ്പാക്ട് ആരും തന്നെ മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം വരെ നമുക്ക് ജോലി ചെയ്യാം. നമുക്ക് ആയുസ്സുള്ളിടത്തോളം ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് ജോലി ചെയ്യാം. അങ്ങനെ പിന്നെ വേറൊരു കാര്യം നമുക്ക് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഉപകാരമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് നമുക്ക് അക്കോമഡേഷനും റെന്റും ഒക്കെ അവർ തരുന്നുണ്ട്. അലവൻസ് കുറച്ച് കൂടുതൽ തരുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും അലവൻസ് ഒന്നും തരുന്നില്ല. അണ്ടിലൊരു ഒരു റൂറൽ ഏരിയ, ഒരു റീജിയണൽ ഏരിയ ആണെങ്കിൽ അവർ കുറച്ച് നാൾ അറ്റ്ലീസ്റ്റ് 1 ഇയറൊക്കെ നമുക്ക് തരുള്ളൂ. ആ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ റെന്റും അലവൻസും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല. പിന്നെ അതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടെടുക്കാനുള്ള ഓപ്ഷൻ അത് നമുക്ക് മിഡിൽ ഈസ്റ്റിലില്ല. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് വീടെടുക്കാം. അപ്പം നമ്മളുടെ ആ റെന്റ് കൊടുക്കുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഈ വീട്ടിലോട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു 10 ഇയർ കഴിഞ്ഞ് നമുക്ക് ഈ വീട് വിൽക്കണമെങ്കിലും ലാഭം നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾ റെന്റ് കൊടുത്ത് വേസ്റ്റ് ആക്കുന്നില്ലല്ലോ ആ പൈസ. അത് നമുക്ക് വലിയൊരു അസറ്റാണ്. പിന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് ടേം എൻജോയ്മെന്റ് ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഒരു ഷോർട്ട് പീരീഡിലേക്കായിരിക്കും. അതായത് നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലേക്ക് പോകണം, അവിടെ ആരും നമ്മളെ അവിടെ നിർത്തുന്നില്ല ആ എൻജോയ്മെന്റ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ്. നമ്മളൊരു ഓസ്ട്രേലിയക്കൊക്കെ വരുന്ന പറഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ എഡ്യൂക്കേഷനും അങ്ങനത്തെ ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും ഈ ഓസ്ട്രേലിയക്ക് വന്നാലുള്ള ബെനിഫിറ്റ്സ്. അപ്പം നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ കുറേ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ ഫ്യൂച്ചർ എന്തായാലും നോക്കി അവരിപ്പം UK-ലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലുമൊക്കെ വിട്ട് പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എത്ര പിള്ളേരായാലും അവർ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുണ്ട്. അതിന് വേറൊരു കാര്യം, നമുക്ക് ചിലപ്പം പിള്ളേരെ വിട്ടു നിൽക്കാനുള്ള ബുദ്ധിമുട്ടുള്ള പാരൻസ് ഉണ്ട്. അപ്പം ഈ ഓസ്ട്രേലിയക്കോട്ടൊക്കെ ഉള്ള ഇപ്പോഴേ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ പിള്ളേർ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെ ഇല്ലേ, അതുപോലെ തന്നെ അങ്ങനെ വിചാരിക്കും. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഇവിടെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒൺസ് PR ഒക്കെ ആയി നമ്മൾ സിറ്റിസണും ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെതായ ഓരോ ഏരിയയിലും ബെനിഫിറ്റ്സും നമ്മുടെ പിള്ളേർക്ക് സ്കൂളിലും സ്കോളർഷിപ്പാണ്. നല്ല പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ലോണ് സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് ലോണ് അവര് തന്നെ പഠിച്ച് അവർ തന്നെ അടച്ചു തീർത്താൽ മതി. പിന്നെ നമ്മളത് കമ്മിറ്റഡ് അല്ല, അത് അവരായിട്ടുള്ള ബന്ധമാണ്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെയിം ജോബ് ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ സെയിം മാനേജേഴ്സ് ഫോർ 20 to 30 ഇയേഴ്സ് അല്ലെങ്കിൽ 50 ഇയേഴ്സ് നമ്മൾ റിട്ടയർ ചെയ്യുന്നവരെ നമുക്ക് ആ സെയിം മാനേജേഴ്സും സെയിം എംപ്ലോയീസും ആയിരിക്കും. അപ്പോൾ ആ സെയിം ജോബും തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ മാറുന്ന ഒരു ഓപ്ഷനൊന്നും അവിടെ അധികം വേക്കൻസികളൊന്നും വരാറില്ല. അവിടെ എന്ന് വെച്ചാൽ ഫിക്സ്ഡ് പെർമനൻറ്റ് ജോബ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവസരങ്ങളൊന്നും മാറുന്നില്ല. പക്ഷെ ഇവിടെ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വരെ മാറാം, നമുക്ക് ഹോസ്പിറ്റലിൽ മാറാം, ഏരിയ മാറാം, നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് മാറാൻ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷനാണ്. നമുക്ക് എവിടോട്ട് വേണമെങ്കിലും ഓസ്ട്രേലിയയിൽ നമ്മുടെ ക്ലൈമറ്റും നമ്മളുടെ പേഴ്സണൽ ചോയ്സും അനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറി ജോബ് ചെയ്യാൻ പറ്റും. ഇപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ നമുക്ക് ഇപ്പം മാറണമെന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് സ്പോൺസർഷിപ്പ് പ്രോബ്ലമാണ്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതല്ല, നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വാർഡിൽ പോയി നിങ്ങൾക്ക് ജോലി ചെയ്യാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് ക്ലൈമറ്റ് പറ്റിയാണ്. അപ്പം മിഡിൽ ഈസ്റ്റിൽ എവിടെയാണെങ്കിലും നമ്മുടെ ക്ലൈമറ്റ് നല്ലൊരു എക്സ്ട്രീം ഹോട്ട് ക്ലൈമറ്റ് ആണ്. അൺലെസ് നമ്മൾ വീട്ടിൽ AC ഇരിക്കുമോ അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമോ കളിക്കുമോ അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ഒത്തിരി പാർക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ക്ലൈമറ്റ് ചൂട് കാരണം നമ്മൾ ഹ്യൂമിഡിറ്റി കാരണം ഞങ്ങൾ ഗൾഫിൽ ജീവിച്ചാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ വൈകിട്ട് പോലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വൈകിട്ട് ഇറങ്ങുമ്പോഴത്തേന് ഹ്യൂമിഡിറ്റിയാണ്. അത് ഇവിടെ നമുക്ക് ക്ലൈമറ്റും നല്ല ക്ലൈമറ്റും ആയതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങും. എക്സ്ട്രീം അല്ല, ചൂടുണ്ട് തണുപ്പുണ്ട്, എന്നാലും എക്സ്ട്രീം അല്ല, നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഓസ്ട്രേലിയയിലുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ട് ഇപ്പം നമുക്ക് ഒരു ഇയർ എൻഡ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് വെക്കേഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മുടെ നാട് ചൂസ് ചെയ്യും വെക്കേഷന് പോകാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയോ ഏതെങ്കിലും ഒരു കൺട്രി പോയി കാണാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ട്രാവലൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ചെറിയ ഷോർട്ട് വെക്കേഷൻ പോലും, അതായത് വീക്കെൻഡ് പോലും ഒരു 2-3 ഡേയ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതുപോലെ തന്നെ മെയിനായിട്ട് ആ ടൈമിലായിരിക്കും നമ്മൾ ഇപ്പോൾ ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സ്വന്തം കാരവാൻ എടുത്തിട്ട് നമുക്ക് വാടകയ്ക്കൊക്കെ കിട്ടും. നമുക്ക്
നമുക്ക് എവിടെയെങ്കിലും ക്യാമ്പിങ്ങും ഇങ്ങനെയൊക്കെ പോയി നമ്മുടെ ഇത്രയും ദിവസം നമ്മൾ ജോലി ചെയ്ത സ്ട്രെസ്സൊക്കെ നമുക്ക് നല്ലൊരു റിലീഫായിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ മിക്കുള്ളവരും ചെയ്യുന്ന കാര്യങ്ങൾ. അവർ 3 days കിട്ടിയാലും ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതായത് ഇവിടെ മുഴുവൻ കാടും പുഴയും ഫിഷിങ്ങിനും എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിനും അത് ദുബായ് പോലെ അത്ര റെസ്ട്രിക്റ്റഡ് അല്ല, നമുക്ക് എന്തിനും ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ സോറി, ദുബായ് എന്നല്ല പറഞ്ഞത്, ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് ഉദ്ദേശിച്ചത്. മിഡിൽ ഈസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്, അല്ല ദുബായ് എന്ന് മാത്രമല്ല. അപ്പം നമ്മളിപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞത് നമ്മൾക്ക് എന്താണ്, ഞങ്ങളും ഗൾഫിലൊക്കെ വർക്ക് ചെയ്തതാണ്, എന്തുകൊണ്ടാണ് ഇവിടുത്തെ നഴ്സിങ്ങും ഇവിടുത്തെ ലൈഫും ബെറ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അതെ, ഈ വീഡിയോ കേട്ടോണ്ട് ഇപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടോണ്ട് ഇതെല്ലാവർക്കും അതാവണമെന്നില്ല. അപ്പം ഇത് കേട്ടിട്ട് അതന്നെ, കാരണം ഗൾഫിൽ ഇരുന്നുകൊണ്ടും അല്ലെങ്കിൽ ദുബായോ അവിടെ ഇരുന്നുകൊണ്ടും ഒത്തിരി എൻജോയ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ചില ആൾക്കാരുണ്ട്, അവർക്ക് എവിടെയാണോ ആ സ്പേസിൽ ഇരുന്നാണ് അവർ എൻജോയ് ചെയ്യുന്നത്. എയിം ചെയ്യേണ്ടവർക്ക് ഓഫ് കോഴ്സ് അത് ഗൾഫ് രാജ്യം നല്ലൊരു സാലറി നല്ലൊരു ജോബ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. അല്ലാതെ കുറച്ചുകൂടെ നമുക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് ഓസ്ട്രേലിയ ആണ് ബെസ്റ്റ് പ്ലേസ് എന്ന് ഞാൻ പറയും. കാരണം ഈ 3 സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകളും കാണുക. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു.